രാജ്യ സുരക്ഷയുമായി ബന്ധപ്പെട്ട വളരെ നിർണായകമായ ഒരു വാർത്തയാണ് ഇനി പറയുന്നത്. ഇൻസ്റ്റഗ്രാമിലെ ഗെയിമിംഗ് മിഷൻ വഴി പാകിസ്ഥാൻ ഭീകരരുടെ വലയിൽ കുടുങ്ങി മുംബൈയിലെ യുവാക്കൾ. 30 പേർ ATSന്റെ നിരീക്ഷണത്തിൽ. പാകിസ്ഥാൻ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ഗുണ്ടാ നേതാവ് ഷെഹബാസ് ഭട്ടിയാണ് ഓൺലൈൻ ഗെയിമുകളിലെ മിഷനുകൾക്ക് സമാനമായ രീതിയിൽ മുംബൈയിലെ യുവാക്കളെ റിക്രൂട്ട് ചെയ്യാൻ ശ്രമിച്ചത്. ഇൻസ്റ്റഗ്രാം വഴി ഇയാളുമായി ബന്ധപ്പെട്ട 16 മുതൽ 20 വയസ്സ് വരെ പ്രായമുള്ള 30ഓളം യുവാക്കളാണ് മഹാരാഷ്ട്ര തീവ്രവാദ വിരുദ്ധ സ്ക്വാഡിന്റെ നിരീക്ഷണത്തിലുള്ളത്. വളരെ നിരുപദ്രവമെന്ന് തോന്നുന്ന ലളിതമായ ടാസ്കുകൾ നൽകിയാണ് ഇവർ യുവാക്കളെ പരീക്ഷിക്കുന്നത്. തങ്ങളുടെ നിർദ്ദേശങ്ങൾ പാലിക്കാൻ ഇവർ തയ്യാറാണോ എന്ന് പരിശോധിക്കാനാണിത്. പൊതുസ്ഥലങ്ങൾ, സർക്കാർ കെട്ടിടങ്ങൾ, പോലീസ് സ്റ്റേഷനുകൾ എന്നിവയുടെ ഫോട്ടോകളോ ചെറിയ വീഡിയോകളോ എടുക്കാൻ ആവശ്യപ്പെടുകയായിരുന്നു ആദ്യത്തെ ടാസ്കുകൾ. യുവാക്കൾക്ക് സംശയം തോന്നാതിരിക്കാൻ വളരെ സാധാരണമായ കാര്യങ്ങളാണെന്ന് വിശ്വസിപ്പിച്ചായിരുന്നു ഇവരുടെ ഇടപെടൽ. എന്നാൽ ATS വൃത്തങ്ങൾ നൽകുന്ന വിവരമനുസരിച്ച് മഹാരാഷ്ട്രയിൽ നിന്നുള്ള ഈ യുവാക്കളാരും തന്നെ ഭീകരരുടെ നിർദ്ദേശങ്ങൾ പൂർണ്ണമായി പാലിച്ചിട്ടില്ല. ഹരിയാനയിലെ ഒരു പോലീസ് സ്റ്റേഷന്റെ ഫോട്ടോ എടുക്കാൻ ഭട്ടി ഒരു യുവാവിനോട് ആവശ്യപ്പെട്ടിരുന്നെങ്കിലും അയാൾ അത് നിരസിച്ചു. ഇതോടെ അയാൾക്ക് പിന്നീട് നിർദ്ദേശങ്ങളൊന്നും ലഭിച്ചില്ല. ഭൂരിഭാഗം യുവാക്കളും ഈ ടാസ്കുകൾ ചെയ്യാൻ വിസമ്മതിച്ചെങ്കിലും ചിലർ ഈ കെണിയിൽ വീണതായി ഉദ്യോഗസ്ഥർ കണ്ടെത്തിയിട്ടുണ്ട്. അടുത്തിടെ ഉത്തർപ്രദേശ് ATS അറസ്റ്റ് ചെയ്ത കൃഷ്ണ മിശ്ര, ഡാനിയേൽ അഷ്റഫ് എന്നിവർ ഈ സംഘവുമായി അടുത്ത ബന്ധം പുലർത്തിയിരുന്നതായി തെളിഞ്ഞു. ഭീവണ്ടിയിലെ നർപോളി പോലീസ് സ്റ്റേഷന്റെ ചിത്രങ്ങളും സമീപത്തുള്ള പാലത്തിന്റെ 18 സെക്കൻഡ് ദൈർഘ്യമുള്ള വീഡിയോയും കൃഷ്ണ മിശ്ര പകർത്തി പാകിസ്ഥാനിലുള്ളവർക്ക് അയച്ചു കൊടുത്തതായി അന്വേഷണത്തിൽ കണ്ടെത്തി. ഷെഹസാദ് ഭട്ടിക്കും കൂട്ടാളികളായ ആബിദ് ജാട്ട് എന്ന ആബിദ് ചൽ, അജ്മൽ ഗുജ്ജർ, റാണ ഹുനൈൻ, അഷ്റഫ് ബഷീർ ആലം എന്നിവർക്കും ഇതിൽ പങ്കുള്ളതായി ഉത്തർപ്രദേശ് ATS വ്യക്തമാക്കി. പ്രതികളുടെ മൊബൈൽ ഫോണുകളിൽ നിന്ന് നിർണായക വിവരങ്ങൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ട്. എൻക്രിപ്റ്റ് ചെയ്ത ചാറ്റുകൾ, വീഡിയോ കോളുകൾ, രഹസ്യമായി പകർത്തിയ ദൃശ്യങ്ങൾ, സാമ്പത്തിക ഇടപാടുകളുടെ രേഖകൾ എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു. ഷെഹസാദ് ഭട്ടിയുമായും മറ്റ് പാകിസ്ഥാൻ അധോലോക സംഘങ്ങളുമായും ബന്ധമുള്ളവരെ കണ്ടെത്താൻ കഴിഞ്ഞ മെയ് മാസത്തിൽ മഹാരാഷ്ട്ര ATS മുംബൈയിലും പരിസരങ്ങളുമായി 40ലധികം കേന്ദ്രങ്ങളിൽ പരിശോധന നടത്തിയിരുന്നു. അപകട സാധ്യത കുറഞ്ഞ ചെറിയ ടാസ്കുകളിലൂടെ യുവാക്കളുടെ മനസ്സ് മാറ്റി അവരെ പടിപടിയായി വലിയ ക്രിമിനൽ പ്രവർത്തനങ്ങളിലേക്ക് നയിക്കുക എന്നതാണ് ഭീകരർ ഇതിലൂടെ ലക്ഷ്യമിടുന്നതെന്ന് സുരക്ഷാ ഏജൻസികൾ വിലയിരുത്തുന്നു. പിടിച്ചെടുത്ത ഡിജിറ്റൽ ഉപകരണങ്ങളുടെ ഫോറൻസിക് പരിശോധന മഹാരാഷ്ട്ര ATS തുടരുകയാണ്. കൂടുതൽ പേർക്ക് ഈ ശൃംഖലയുമായി ബന്ധമുണ്ടോ എന്നും എന്തൊക്കെ സാമ്പത്തിക ഇടപാടുകളാണ് നടന്നതെന്നും ഉദ്യോഗസ്ഥർ അന്വേഷിച്ചു വരികയാണ്. ന്യൂസ് ഡെസ്ക്, കൊട്ടാരക്കര മീഡിയ.